ഓക്കെ, ഓരോരുത്തരും നമ്മൾ കൊന്നു. ഇവിടെ കളിക്കുന്ന സംഭവം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കും. നമ്മൾ കയറി വരുമ്പോൾ ശാഖ 5 പേര് ഇറങ്ങിയിട്ടുള്ളൂ. 6 പേര്, സോറി. കയറി ആടാ മോനെ. അവനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവനാ. അങ്ങനെയുള്ള മരായ പാടാ. നമ്മളും നീങ്ങത്തില്ല, അവനും നീങ്ങത്തില്ല. രണ്ടുപേരുണ്ട് താഴെ. കയറി വരുന്നുണ്ട്. പിന്നെ 2 പെട്ടിടുമ്പോൾ നല്ല കളിക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു നിപ്പുണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന്. ഇത് സ്പേസ് ഓർഡറാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുത്തൻ തീയിട്ട് കഴിഞ്ഞാൽ തീരും. അല്ലെങ്കിൽ മറ്റേ ഫ്രോസൺ ആരോ വെച്ചിട്ട് താഴെ നിന്ന് വേണമെങ്കിൽ പൊങ്ങി വരാം. അടുത്ത വരുന്നുണ്ട്. ഒരുത്തനോടെ ഉള്ളേ. ചിലപ്പോൾ വന്നോളണമെന്നില്ല. പോവാന്ന്. ഗ്രാഫിക്സ് ചില കൂട്ടിയിടാം. അപ്പോൾ കളി കാണാൻ രസമുണ്ട്. ഗ്രാഫിക്സ് HDR. അവനും നമ്മളെ പോലെ തന്നെയാണ് അവിടെ ഒളിച്ചിരിക്കുന്നതിന്. സ്കോപ്പ് ഇവിടെ ഇരിക്കട്ടെ. കയറി വരുന്നുണ്ടോ തോന്നാം. താഴത്തെ മറ്റൊരു സ്പെഷ്യൽ പെട്ടി എടുത്തു. ചിലപ്പം കയറി വരും, പറയാൻ പറ്റില്ല. അവൻ്റെ കോൺഫിഡൻസും നല്ല കളിക്കാരനുമാണെങ്കിൽ കയറി വരും. നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഒളിച്ചിരിക്കാറുള്ളതുകൊണ്ട് ഇപ്പം തീയൊക്കെ ഇട്ടേച്ച കയറുള്ളൂ ഇവിടെ. വാടേ കയറി വാടേ, ഇത്ര ആലോചിക്കാതെ. താഴെ കിടന്ന് ഓട്ടട വട്ടം. അതുകൊണ്ട് ഒരു 4-on-6 വരെ നല്ല കളിക്കാരനായിരുന്നു. ഓക്കെ, ആ ഡ്രാഗൺ പറഞ്ഞു കൊണ്ടുള്ള കാണിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടിട്ടുള്ളതാണല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല. എല്ലാവരും പബ്ജി നാട്ടിലാണ് അതൊക്കെ ബാൻ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത്. സോ ഞാൻ എപ്പോഴും പറയും, അതായത് ഇന്ത്യൻ ഫ്ലാഗുള്ള ആൾക്കാരാണ് ഏറ്റവും പ്രോ പ്ലേയേഴ്സ്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് ഇന്ത്യൻ ടൈമിലാണെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ നാട്ടിൽ ആൾക്കാർ ഇതൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ ഈ വിരലിൽ വയ്ക്കുന്ന വെടിവെക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൂവ്മെൻറ്റും 2 എക്സ്ട്രാ ഫിംഗറോടെ കിട്ടും നമുക്ക്. നമുക്ക് AK വേണ്ട, AKവിന് പകരം ഗോഡ്സ, ഇതിന് പകരം P90. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ചെയ്തു. ഗോഡ്സ് 6S വെച്ചു. 200 ബുള്ളറ്റ് കിട്ടി. എനിക്ക് വേണ്ട സാധനം മറ്റേ ഡ്രാഗൺ ബുള്ളറ്റ് കിട്ടിയെങ്കിൽ നല്ലത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഡ്രാഗൺ ബുള്ളറ്റ് എടുത്തു. ഇത് ഒഴിവാക്കി അതിന് പകരം ഡ്രാഗൺ ബുള്ളറ്റ് എടുത്തു. ഓക്കെ, ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? അത് വേറെ തോക്കുകളൊന്നും വേണ്ടില്ല.
ഓക്കെ, അതെടുക്കാൻ സ്ഥലമുണ്ട്, അതെടുത്തേക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാണ്. പോയേക്കാം. ഇത്തവണ MG3 ആണ് ഇച്ചിരി തോക്ക് ഇഷ്ടം. MG3ക്ക് ഷോർട്ട് റേഞ്ചിൽ ബുള്ളറ്റ് റേറ്റ് ഒത്തിരി കൂടുതലാണ്. മിനി നല്ലതൊക്കെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അകലെയുള്ളവനെ പൊട്ടിക്കാനായിട്ട്. എനിക്ക് റീകോയിലും കുറവാണ്. അയ്യോ, സോൺ അവിടെ നോക്കി. തൽക്കാലം പോർച്ചുഗലിലേക്ക് വിടാം. വേറെ നല്ല പോർച്ചുഗലിൽ ആ വീട് കോർണറിലുള്ള നീല വീട് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള വീടാണ്. ഐ മീൻ അവിടെ നിന്ന് കളികൾ തോറ്റിട്ടുമുണ്ട്, പക്ഷെ യൂഷ്വലി അതൊരു സേഫ് വീടാണ്. ആന പാവം ഓടുമ്പോൾ പാവം തോന്നും നമുക്ക്. ഇത്രയും വലിയ ശരീരം വെച്ചുകൊണ്ട് നമുക്ക് തോന്നി. $80 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. 85 കിലോമീറ്റർ സ്പീഡ്. ആനനെ ചാടിക്കാം, അതായത് കല്ല് ചാടിക്കാവേ രസാന ചാടും. ആന സ്ലോ ആണ് ജീപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റേ സ്പോർട്ട് കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, 2 ഡോർ കൂപ്പയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എനിക്ക് 2 ഡോറിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കുറച്ച് കുറവാണ്. ഒന്ന് മേലേക്കാണ്. എനിക്ക് ആന ഓടിക്കുന്ന ആൾക്ക് ആനയ്ക്ക് വെടി കൊള്ളുള്ളൂ, ആന ഓടിക്കുന്ന വെടി കൊള്ളില്ല. ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ആന ഓടിക്കുന്ന ആളെയും നമ്മൾ ചില സമയത്ത് സ്പോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവെ ആന ഇത്ര മേലെ ആയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കണ്ടോ കവറേജ് ഉണ്ട്, അപ്പോൾ കുറച്ചല്ലേ മേലേ ഉള്ളൂ. 76 പേരുണ്ട്. കുറച്ചേരം നിന്ന് നോക്കേണ്ട അവസ്ഥ. ഓക്കെ, 3 കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട, ഇല്ല. അത് അടിച്ചേക്കാല്ലേ, കാരണം ഉള്ളതൊക്കെ ഇവിടെയൊക്കെ ആൾറെഡി ആൾക്കാർ വന്ന് കൊന്നുപോയി. ഇവിടെ 2-3 പേര് 100 ഉള്ളവരുണ്ട്. ഇവിടെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, എവിടെയായിരിക്കും കളി? സ്കൂളിലാവാൻ സാധ്യതയുണ്ട് കളി പ്രാവശ്യം. സമയം കണ്ട് പോയേക്കാം. അവിടെ താഴെയിട്ട് സിറിഞ്ച് വന്നിട്ടേക്കാം. അഡ്രിനാലിൻ. ഡ്രാഗൺ ബ്ലഡ് ശരിക്കും പോലെ. ഡ്രാഗൺ ബ്ലഡ് ലൈഫും കിട്ടും, എനർജിയും കിട്ടും. പിന്നെ കുറച്ച് സമയത്തേക്ക് അത് എനർജി റീഫിൽ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ 3 എടുക്കാൻ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. ആനയുടെ വാലക്കാട് നോക്കി. ആന ഡാൻസ് കളിക്കും. നമുക്ക് അവസാനം വരെ ആന കയ്യിലുണ്ടെങ്കിൽ കളിച്ചു തരാം. പേടിയാണ്, കാരണം ചിലത് ഇവൻ്റെ കളി തുടങ്ങിയപ്പോഴത്തേനകത്ത് ഗോൾഡ് അറിയില്ല, നല്ല ലെവലുള്ള 1000 ഉള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു പേടി. ഓക്കെ, ഇതേപോലെ എൻ്റെ ഒരു സ്ഥിരം ടാർഗറ്റ് വീടാണ് കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ ഹെഡ്ഫോൺ വെച്ച് ശ്രദ്ധിക്കും. അവിടെ ഒരു ഇത് കാണുന്നുണ്ടോ?
ഇപ്പം മിനി ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവന് ഉറപ്പായിട്ടും അത് കിട്ടിയത്. ഓക്കെ, നമ്മുടെ അടുത്ത് ആരോ ഒരുത്തനുണ്ട്. പക്ഷേടാ അതെന്താ വയ്ക്കാൻ പറ്റാത്തത്? ഗ്രോസ് ഓഫ് SMG ആണ്. ഓക്കെ, എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഏകദേശം ഇവിടെ നിന്നാണ്. അപ്പം ഈ വീട്ടിൽ ആയിരിക്കാം. രണ്ടിടത്തും കാണുന്നില്ല. നമ്മുടെ വീട്ടിൽ കയറി. അതിൻ്റെ ഓട്ടം വരെയാണ് കളി അറിയാതിനകത്ത് തോന്നുന്നുണ്ട്. സേഫായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ചിലന്മാരിങ്ങനെ സൈഡിൽ നിന്ന് ഡോറ് തുറന്നിട്ട് നോക്കും. അത്ര വലിയ കളിക്കാരനായിരുന്നില്ല. ചിലങ്ങനെ ഇങ്ങനെ പോയി നിന്നിട്ട് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നോക്കും. നമ്മളെല്ലായിടത്തും നിൽപ്പുണ്ടോന്നേ. അപ്പോൾ ഇവനോട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുത്തം കൊന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് AR ആണ്, പക്ഷേ മസിൽ മാത്രം വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കളിയിൽ നമ്മൾ ഇവനെ നോക്കാൻ കാരണം അവൻ്റെ കയ്യിൽ അവനെ മറ്റേ ഇതിട്ടായിരുന്നുണ്ടോ, ഏതാ ആ ഫ്രോസൺ മറ്റേ ആരോ. ചില ഗെയിമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ ഇപ്പോൾ നമ്മൾ ഓഷ്യൻ പാലസ് ആയിരുന്നപ്പോൾ വേണമെങ്കിൽ നമുക്ക് തരണ്ടേൻ്റെ അടുത്ത് ഒളിച്ചു വയ്ക്കാൻ പറ്റുമായിരുന്നു. പറക്കുന്ന സാധനം മറ്റേ വൂൾഫിൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഡ്രാക്കുള ഉണ്ടായിരുന്ന കാലത്ത് ഒളിച്ചു വയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിയാതെ പോകാനായിട്ട്. പിന്നെയും ബോറിംഗ് ആണ്, ആരും വരുന്നില്ല, ആരെയും കാണുന്നില്ല. അവൻ ആനയ്ക്കാറുമായിട്ട് വന്നിരുന്നു. അപ്പം അവൻ്റെ കയ്യിൽ ചെറുപ്പം അവനപ്പോൾ മറ്റേ പാലസിൽ നിന്ന് വന്നവനാണ്. നമുക്ക് അവിടെ പോയി നോക്കിയേക്കല്ലേ, ചില P90 ബുള്ളറ്റ് കിട്ടിയല്ലോ. ആ നമ്പി കാണുന്ന എപ്പോഴും ഞാൻ ആളാന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ M24 എടുക്കുന്നില്ല. അവൻ ഒരു ഒറ്റ പൊട്ടിലും കൂടെ പൊട്ടിച്ചേർന്ന് ഞാൻ നമ്മൾ തീർന്നയാടോ. അതിൻ്റെ സ്നൈപ്പറിൻ്റെ സപ്പർസർ രണ്ടാമതെടുത്ത് എല്ലാ കളിയും ഞാൻ പൊട്ടിയിട്ടുണ്ടാവണം. ഞാൻ എടുക്കാതെ ഇതിൻ്റെ കുഴപ്പം അന്ന് ഞാൻ പണ്ടൊരു ദിവസം കളിപ്പം മലമോളിൽ നമുക്ക് വേണ്ടി വന്ന കളി നമ്മൾ തോറ്റായിരുന്നു. അങ്ങനെ കഴിയും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ആനയായിട്ട് നമുക്ക് വിട്ടേക്കാം. ഇവിടെ കാര്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. കിടന്നാലും നമുക്ക് നോക്കാൻ ചുറ്റും ആരെങ്കിലും ഒക്കെ പാടെ. 42 പേരായി. എവിടെയാണെന്ന് ഓർത്ത അതെ, വണ്ടി എടുത്ത് തപ്പിയാലും മീൻസ് ആന എടുത്ത് തപ്പി നടന്നാലോ. നല്ല ഓൾമോസ്റ്റ് സെൻറ്റർ ആണെങ്കിലും
ആനയ്ക്ക് മതിലൊക്കെ പുല്ലാണ്. ഇവിടെ അല്ല കളിയെങ്കിൽ പിന്നെ കളി എവിടെ ആയിരിക്കാനായിരുന്നു? പോർച്ചുഗീലല്ല, ഇവിടെയല്ല. റൊഷാക്ക് അങ്ങനെ കളി വരാറില്ല സാധാരണ. ഇപ്പൊ സത്യം ഈ ആനയ്ക്ക് എണ്ണ ഓക്കെ, ഏതോ ഒരുത്തെങ്കിലും അവിടെ വന്നിട്ടുണ്ട്, അവനെങ്കിലും കൊല്ലം. അവിടെ മരമുള്ളതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ. ഈ സിംഗിൾ കളിയുടെ കുഴപ്പമായിട്ട് നമ്മൾ 1:2 കളിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീമിൽ ഒരുത്തൻ ഓടിപ്പാഞ്ഞ് നടക്കുന്നതായിരിക്കുമല്ലോ. ആനയ്ക്ക് പെട്രോളും കുറവാ. അല്ലടാ മോനെ, ഓ ഇങ്ങനെയുള്ള മരിഞ്ഞ് അവനും ഉറങ്ങില്ല ഞാനും ഉറങ്ങില്ല. ഓക്കെ, 22 പേരായി. നോക്കി കളിച്ചില്ലെങ്കിൽ പണി പാടും. ഞാൻ ഗ്രോസ ഓട്ടോ ആക്കിയായിരുന്നു, മറന്നുപോയി. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി എടുക്കാൻ നേരത്തെ ഈ ആന ഫുൾ എനർജിയാണ് എനിക്ക് തോന്നും. ചിലപ്പോൾ കുറേ നേരം നമ്മൾ ആനേനെ വെറുതെ ഇരിക്കുമ്പോൾ ആനയ്ക്ക് എനർജി കിട്ടുമായിരിക്കും. നമുക്ക് ഇച്ചിരി നേരം വീട്ടിൽ നിൽക്കാൻ പറ്റും കേട്ടോ. പെട്ടെ ഇത് ഒരു മനുഷ്യനില്ല. 14 പേരോട് കളി ടൈറ്റായി. ഇവിടെ ഒന്ന് സൂക്ഷിക്കണം, ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ആരെല്ലാം വരും. എന്നാലും അത് സോണിൻ്റെ പുറത്താണല്ലോ, അപ്പോൾ സോണിൻ്റെ പുറത്തല്ല, സോണിൻ്റെ അകത്ത് തന്നെ. ഓക്കെ, ഓക്കെ. സോൺ ഉള്ള നേരത്തെ അകത്ത് കയറിയില്ലെങ്കിലേ
വെടികൊണ്ട് ചാവുന്നതിനേക്കാളും വിഷമമാണ് സോൺ കയറി ദയനീയമായി ചാവുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും നേരത്തെ പോയേക്കാർന്നു. അങ്ങനെ ആയിരുന്നു തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ അയ്യാ എൻ്റെ ആനേനെ കൊല്ലല്ലടാ മുത്തോളി, പാവാനല്ലടാ. അതേപോലെ ആനപ്പുറത്തിരുന്ന വെടികൊള്ളാൻ സാധ്യത കുറവാണ്. അതിപ്പോൾ അല്ലാന്ന് മനസ്സിലായില്ലോ. ആനപ്പുറത്തിരുന്നാലും വെടികൊള്ളും. നല്ല ആൾക്കാരാണ് തോന്നട്ടെ, കാരണം കുറേ ആൾക്കാർ ഞാൻ കൊന്നതേ കണ്ടായിരുന്നു. ഈ വീട്ടിൽ നമ്മൾ കളിച്ചപ്പോൾ എല്ലാം നമ്മൾ പൊട്ടിയിട്ടുള്ള വീടാണ്. സോൺ ചെറുതായി. ഇവിടെ സെൻറ്ററിലാണ് വരെ വന്നിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റ് വന്നുള്ള കുറച്ച് സമയം എടുത്ത് കേൾക്കാനായിട്ട്. ചിലർ നമ്മളിങ്ങനെ ഇരിക്കുമെന്ന് അറിയാവുന്നവർ ജനലേക്ക് ഒന്ന് നോക്കും. മറ്റേ വീടിൻ്റെ മേലെ ഉണ്ട് കേട്ടോ. That was a nice game. സാധാരണ ഞാൻ ഗ്രനേഡ് ഇട്ടങ്ങനെ ആരും കൊല്ലാൻ പറ്റാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് വേറെ ഗ്രനേഡ് ഇല്ല. എൻ്റെ അടുത്തൊരുത്തം വന്നിട്ടുമുണ്ട്. ആണ് ഗ്രനേഡ് എനിക്ക് അത്യാവശ്യമായതുകൊണ്ട്. എടുത്താൽ അവിടെ തന്നെ. എന്ത് സംഭവിച്ചു? സെയിം ഗ്രനേഡ്. ഓക്കെ, കളി അറിയാവുന്നതാണ് കേട്ടോ. സാധനമൊക്കെ പിടിച്ചിട്ട് കയറാൻ പോവാ. ഇത് വേണ്ട, ഒരു ഗ്രനേഡ് വേണം. തീ മോക്ടെയിൽ. I got supplies. ഉള്ളത് മതി.
ഇനി സോൺ കിട്ടുന്ന പോലെ ആയിരിക്കും. ഇതേ വന്നത് ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ആനൻ്റെ അടുത്ത് കറങ്ങിയാലും നല്ലൊക്കെ. ഓക്കെ നൈസ്. അവനൊരു പാവ അറിഞ്ഞുണ്ടോ കേട്ടോ. ഞാനാണെങ്കിൽ അനങ്ങത്തില്ല. ആന വരെ ഇവിടെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആനേനെ കൊണ്ട് നമുക്ക് ഈ ഐസ് പൊട്ടിക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാവത്തേ ഒരുത്തൻ ആനേനെ എടുത്തില്ല. അവരെന്തുകൊണ്ടാകത്തത്? ചിലപ്പോൾ അവൻ ആനേനെ എടുത്ത് രക്ഷപ്പെട്ടായിരിക്കും. മറ്റവനെ ആരെങ്കിലും കൊന്നു കാണായിരിക്കല്ലേ. പിന്നെയുള്ള ഗ്രനേഡ് തീയൊക്കെ ഇട്ട് കേട്ടോ. നമ്മൾ ചുമ്മാതിങ്ങനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കും. ഫുൾ ബുള്ളറ്റൊക്കെ തീർക്കട്ടെ. ലോസറ് കുഴപ്പമില്ല, ഭയങ്കര റീക്കോയില്ല ആക്കുന്നത്. നമുക്ക് ഹൈലൈറ്റും കൂടെ കാണണോ? കാണിച്ചു വേണ്ടേല. ഇത്ര ഭയങ്കര പൊളിക്കളിയൊന്നും മാറുന്നില്ല. പക്ഷെ ഈ 1-2 കളിക്കുമ്പോഴേ കുഴപ്പമില്ല. നമുക്ക് കളി ബോറിംഗ് ആണ്. 10 കില്ല് റീസണബിൾ ആണ്. പക്ഷേ 1-2 1-4 ഒക്കെ ആണെങ്കിൽ കളി ഡിഫിക്കൽട്ടാണ്. പക്ഷേ കുറച്ചൊരു രസമുണ്ട്. കാരണം ഒരുത്തനെ നോക്ക് ചെയ്യുമ്പോൾ മറ്റോ കയറി വരും. ഇതിപ്പോൾ നോക്കിയാൽ മറ്റാൾ കയറി വന്ന നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്താണ്. ഷാർപ്പ് ഷൂട്ടർ നമ്മളെ ഗ്രോസ് വെച്ച സ്കൂളിൻ്റെ മേലെ നിന്നെ കൊന്നു വന്നു. തന്നെ അവൻ്റെ തോക്ക് അവനുണ്ടല്ലോ. അവൻ ഒറ്റ പൊട്ടിക്കാൻ വെയിറ്റ് ആയി പോയാൽ ഒറ്റ കീഴെന്ന് പറഞ്ഞെങ്കിൽ നമ്മളപ്പം തീർന്നു തന്നെ അവിടെ. ഇവൻ പാവാറും